ഒറ്റക്കൊമ്പനെ കാണാൻ കുട്ടിച്ചാത്തന്റെ സ്രഷ്ടാവെത്തുക, അതിലൊരു കൗതുകമില്ലേ? സിനിമാസ്കോപ്പ്, 70mm, 3D എന്നിങ്ങനെ മലയാള സിനിമയിൽ ആദ്യമായി വലിയ ദൃശ്യവിസ്മയങ്ങൾ സമ്മാനിച്ച നവോദയയുടെ മുഖ്യശില്പി, ഇന്നും ചലച്ചിത്ര വിസ്മയമായി നിലനിൽക്കുന്ന മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന മലയാളത്തിന്റെ എവർഗ്രീൻ ഹിറ്റ് ചിത്രത്തിന്റെ സംവിധായകൻ, മലയാള സിനിമയിലെ സ്പീൽബർഗ് എന്ന് വിളിക്കാവുന്ന ടെക്നീഷ്യൻ ജിജോ പുന്നൂസ്. സംവിധായകൻ എന്ന ക്രെഡിറ്റിൽ ഒറ്റ ചിത്രമേ ഉള്ളൂ എങ്കിലും മാമാങ്കം, പടയോട്ടം തുടങ്ങിയ ചിത്രങ്ങളുടെയൊക്കെ ബുദ്ധികേന്ദ്രമായിരുന്ന ജിജോ. സുരേഷ് ഗോപി ചിത്രം ഒറ്റക്കൊമ്പന്റെ പാലായിലെ സെറ്റിലേക്ക് ജിജോ പുന്നൂസ് എത്തിയപ്പോൾ സംവിധായകൻ മാത്യൂസ് തോമസിന് അത് ഫാൻ ബോയ് മൊമെന്റ്. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിലെ സുപ്രധാന രംഗമാണ് പാലാ കുരിശുപള്ളി തിരുനാൾ. അത്തരം രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടയിലാണ് സെറ്റിലേക്ക് ജിജോയുടെ കടന്നുവരവ്. ജിജോ പുന്നൂസിനെ സുരേഷ് ഗോപിയും സംവിധായകനും സെറ്റിലെ മറ്റ് താരങ്ങളും അണിയറ പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു. കാലത്തിന് ഒരുപാട് മുന്നേ നടന്ന ജിജോ എല്ലാം കണ്ടിരുന്നു. ഒരു ഷോട്ട് സാർ എടുക്കണമെന്ന ആഗ്രഹം സംവിധായകൻ മാത്യൂസ് തോമസും സുരേഷ് ഗോപിയും അറിയിച്ചപ്പോൾ ജിജോ സമ്മതം മൂളി. ഒരു ഷോട്ടിന് അദ്ദേഹത്തിന്റെ ആക്ഷൻ. 40 വർഷങ്ങൾക്ക് ശേഷമാണ് ജിജോ അങ്ങനെ ഒരു ആക്ഷൻ പറയുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. എല്ലാവരും സാറിനെ തന്നെ നോക്കണം, ഫൈറ്റിന് റിയാക്ട് ചെയ്യണം. വലിയ മുതൽ മുടക്കിൽ ഏതാണ്ട് 75 കോടിയോളം രൂപ മുടക്കി നിർമ്മിക്കുന്ന ചിത്രത്തിൽ വലിയ താരനിര തന്നെയുണ്ട്. ഒരു പൊതുവേദിയിലും പ്രത്യക്ഷപ്പെടാറില്ലാത്ത, മറ്റൊരു സിനിമാ സെറ്റിൽ പോലും പോകാത്ത ജിജോയുടെ സാന്നിധ്യം അണിയറ പ്രവർത്തകർക്കും സന്തോഷത്തിന്റെ വേളയായി മാറി. മലയാള സിനിമയ്ക്ക് പുതിയൊരു സംഭാവന നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ജിജോ പുന്നൂസ് എന്നതാണ് മറ്റൊരു സന്തോഷ വാർത്ത.